ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സൺഡേ വീഡിയോ ചെയ്യാതിരുന്നത് നമ്മൾ ട്യൂസ്ഡേ ആണല്ലോ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് പ്ലാൻസുകൾ കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം പറഞ്ഞു. സൺഡേ വീഡിയോ നോക്കിയിരുന്നിട്ട് കണ്ടില്ല, അപ്പോൾ അത് കാരണം ഓർഡർ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പ്ലാൻസുകളൊക്കെ നമ്മൾ കൂടുതലും പ്ലാൻസുകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗിൽ സെലക്ട് ചെയ്യാം. കാറ്റലോഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ആദ്യമായിട്ടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് വിളിക്കുക കേട്ടോ. നേരിട്ട് ആർക്ക് വേണമെങ്കിലും വിളിക്കാൻ പ്രശ്നമില്ല. എന്നാൽ ആദ്യമായിട്ടുള്ളവർക്ക് ഒരു സംശയം ഉണ്ട്, നമ്മുടെ അടുത്ത് ഡീലിങ്സ് ചെയ്യാത്തത് കൊണ്ട് ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നേരിട്ട് വിളിക്കാം കേട്ടോ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ വീഡിയോ കോൾ ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൺസിവേരി കോംബോയാണ് കാണിക്കുന്നത്. ഇത് നല്ല പ്ലാന്റുകളാണ്, നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ. ഈ പ്രാവശ്യം വന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഇത് ട്വിസ്റ്റഡ് ആണ്, ടൊർണാഡോ എന്നാണ് ഇതിൻ്റെ പേര്, സൺസിവേരിയ ടൊർണാഡോ. ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന വെറൈറ്റിയാണ്. അത് കണ്ടോ, ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ വേറെ ഒരെണ്ണം ശരിക്കും കാണിച്ചു തരട്ടതാ. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ മനസ്സിലാവില്ലേ, ഒരു തിരിഞ്ഞിരിക്കുന്ന അങ്ങനത്തെ ഒരു പാറ്റേണാണ്. അതാ ഇത്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ചെറിയൊരു തുമ്പൊക്കെ ഒന്ന് ചിലപ്പോൾ ഒന്ന് ഒടിയാനുള്ള സാധ്യത. അങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ പാക്ക് ചെയ്താലും ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് കേട്ടോ, അതൊന്ന് പ്രതീക്ഷിക്കണേ. അപ്പോൾ അത് ആദ്യത്തെ വെറൈറ്റി ഇതാണ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സാൻസിവേരിയ ഗോൾഡ് എന്ന് പറഞ്ഞ ഹാഹിനി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള വെറൈറ്റിയാണ്. ഒരു യെല്ലോ ഷെയ്ഡും ഗ്രീനും കൂടെ ചേർന്ന് വരുന്നത്. അപ്പോൾ ഇതാ ഇത് രണ്ടിനും കൂടെ 270 ആണ് റേറ്റ് വരുന്നത്. 270 പ്ലസ് കൊറിയറാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. നല്ല രസമുള്ള പ്ലാന്റുകൾ, നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ചിലതിനൊക്കെ ബേബി പ്ലാന്റുകളുണ്ട്, എല്ലാത്തിനും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്ത. ചിലതിനൊക്കെ ബേബി പ്ലാന്റുകളുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മളുടെ സാൻസിവേരിയയുടെ തന്നെ വേറെ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്താ ഇത് നമ്മളുടെ സാൻസിവേരിയ എന്താ ഡ്രാഗൺ ടങ്ക്. ഇതിലെല്ലാത്തിലും ഒരു ബേബി പ്ലാന്റും കൂടെ ഒരു പ്ലാന്റും കൂടെ ബേബി പ്ലാന്റുകളായിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ പ്ലാന്റുകളൊന്നും ആയിരിക്കില്ല, ഒരു വലിയ പ്ലാന്റും ഒരു ചെറിയ പ്ലാന്റ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ. ഇതിലിപ്പോൾ 3 പ്ലാന്റുകൾ, ഇതാ ഇത് ഒരു പ്ലാന്റ്, 2 പ്ലാന്റ്, ഇതാ ഒരു കുഞ്ഞു പ്ലാന്റും കൂടെ വരുന്നത്, ഒരു ബേബി പ്ലാന്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. അത്രയും പ്രതീക്ഷിക്കേണ്ട, 2 പ്ലാന്റുകളായിട്ടുണ്ടായിരിക്കും കേട്ടോ. റേറ്റും കുറവാണ്, 160 റേറ്റ് വരുന്നുള്ളൂ. താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുത്തോളൂ കേട്ടോ. നല്ല പ്ലാന്റാണ്. ഇതിൻ്റെ പേര് പറഞ്ഞത് ഡ്രാഗൺ ടങ്ക് എന്നാണ് കേട്ടോ പേര് പറഞ്ഞത്. അപ്പോൾ അത് കാറ്റലോഗിൽ ഉണ്ട് കേട്ടോ. ഈ പേര് സഹിതം ഉണ്ടാവും. അപ്പോൾ ചിലവർക്കൊക്കെ പേരുകൾ സംശയങ്ങളുണ്ട്. അപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ അയക്കുമേ. ഇതിപ്പോൾ ഇങ്ങനെ ഇത് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഇതും കൂടെ ഒക്കെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഒരു കളറിലൊക്കെ സ്ക്രീൻഷോട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വ്യത്യാസം തന്നെ. ഒന്നാമത്തെ തന്നെ കണ്ണിനൊക്കെ കാഴ്ചകളൊക്കെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാറ്റലോഗിൽ നിന്ന് എടുക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പേര് പറഞ്ഞാലും മതി കേട്ടോ. കാറ്റലോഗിൽ ഉണ്ടാവും. കാറ്റലോഗിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കാർട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് അതിൽ പേര് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് അടുത്തത് നമ്മളുടെ ഹവോത്തിയ വെറൈറ്റി, ഹവോത്തിയ ഗ്രീൻ ആയിട്ട്. ഒട്ടുമിക്കയിലും ബേബി പ്ലാന്റുകളൊക്കെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് വിത്ത് പോട്ടായിരിക്കും ഇത് അയക്കുക കേട്ടോ. പിന്നെ അതാ നമ്മളുടെ ഫൈക്കസ് വെറൈറ്റി, ഫൈക്കസ് കോമ്പാക്റ്റ ചെറിയ വെറൈറ്റിയാണ്. ഇത് കേട്ടോ. നല്ല രസമുള്ള അടിപൊളി പ്ലാന്റാണ് ഫൈക്കസ് വെറൈറ്റി. നമുക്ക് ആലിൻ്റെ ഒക്കെ ആ ഒരു ഫാമിലിയിൽ പെട്ട പ്ലാന്റുകളാണ്. നല്ല കരുത്തുള്ള, അതുകൊണ്ട് തന്നെ നല്ല കരുത്തുള്ള വേരുകളായിരിക്കും കേട്ടോ. ഒരു പോട്ടിൽ 3 പ്ലാന്റുകളാണ്. ഫൈക്കസിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടെ കാണിച്ചു തരട്ടെ. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയതാണ്. റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ആവശ്യമായിരുന്നു കേട്ടോ. വീഡിയോ ഇട്ട് 1 മണിക്കൂറിനുള്ള പ്ലാന്റുകളൊക്കെ തീർന്നു പോയതാണ്. ഇത് കേട്ടോ. ഒരു പോട്ടിൽ 2 പ്ലാന്റുകളായിരിക്കും കേട്ടോ. ഇങ്ങനെ. ഇതും ഫൈക്കസ് വെറൈറ്റി തന്നെയാണ്. ഫൈക്കസ് ട്രയാങ്കുലാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇല തന്നെ അതുകൊണ്ട് ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ആ പേര് വരുന്നത്. ഇത് കണ്ടോ, വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇത് കണ്ടോ, നല്ല രസമാണ് കാണാൻ കേട്ടോ. നിങ്ങൾക്ക് നിലത്ത് കിട്ടുമ്പോഴത്തേക്കും അങ്ങനെ ഒത്തിരി അങ്ങോട്ട് വലിപ്പം വെക്കില്ല, എന്നാലും നല്ല ഇതായിട്ട് വെക്കും. കൂടുതലും പോട്ടിൽ നടണ്ടായിരിക്കും നല്ലത് കേട്ടോ. നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് നടാം. വെയിൽ കൊള്ളുമ്പോഴത്തേക്കും ചെറിയൊരു കരിച്ചിലൊക്കെ വരുന്നുണ്ട്, എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ശീലമായിക്കോളും. തുടക്കത്തിൽ തന്നെ വെയിലത്തിലേക്ക് വയ്ക്കരുത് കേട്ടോ. നിലത്താ നടുന്നെങ്കിൽ ഒരു ഷെയ്ഡൊക്കെ കൊടുക്കണം, ഒരു ഓലയുടെ എന്തെങ്കിലും വെച്ചൊരു ഷെയ്ഡൊക്കെ കൊടുക്കണം കേട്ടോ. അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് പറയുകയാണ്. ലക്കി ബാംബു 5-in-1 അകത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഇത് വിത്ത് പോട്ടാണ് വയ്ക്കുക കേട്ടോ. ഇത് പിന്നെ നമ്മളുടെ പെപ്രോമിയ വെറൈറ്റി, പെപ്രോമിയ ഹോപ്പ്. ഈ പേരുകളൊക്കെ ഇങ്ങനെ കിട്ടാനായിട്ട് ഇച്ചിരി പണി. പെപ്രോമിയ ഹോപ്പ് കേട്ടോ. ഇത് നല്ല ഇതാണ്, നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു സക്കുലൻ ടൈപ്പ് ഇതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള കെയറിങ് കൊടുക്കണേ. ഇത് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ സാൻസിവേരിയയുടെ വെറൈറ്റികൾ, സാൻസിവേരിയ
സിലിണ്ട്രിക്ക. ഇത് പോട്ട് സൈഡായിട്ടും ചെറിയ പ്ലാന്റ് ആണ്, ഇത്രേ ഉള്ളൂ. സിലിണ്ട്രിക്ക നല്ല വലുപ്പം വയ്ക്കുന്നതാണ്, പക്ഷെ നമുക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റില്ല, വെച്ചാൽ പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കുഞ്ഞു പ്ലാന്റുകളാണ് കൊണ്ടുവന്നത്. ഈ ഒരു സൈസേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈയൊക്കെ വെച്ച് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു സൈസുള്ളൂ, വിത്ത് പോട്ടാണ് കേട്ടോ അയക്കുന്നത്. പിന്നെ മിക്കാഡോ വന്നിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഒരു പോട്ടിൽ 5 എണ്ണമാണ്. പിന്നെ നമുക്ക് ലില്ലിപ്പുട്ട് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അതിലും ബേബി പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ 4 ബേബി പ്ലാന്റാണ് കാണുന്നത്. ഇത് കണ്ടോ, 4 ബേബി മെയിൻ പ്ലാന്റും ഒരു 4 ബേബി പ്ലാന്റ്. അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട, എന്തായാലും ഒരു ബേബി പ്ലാന്റ് എന്തായാലും പ്രതീക്ഷിക്കുക കേട്ടോ. വലിയ പ്ലാന്റും അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും ഒരു ചെറിയ ബേബി ഉണ്ടാവുമായിരിക്കും കേട്ടോ. പിന്നെ സിൽവർ പ്രിൻസസ്, നല്ല പ്ലാന്റുകൾ കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ സിൽവർ പ്രിൻസസ് നല്ല രസമായിട്ട് വരുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളായിട്ടാണ് വരുന്നത് കേട്ടോ. റേറ്റും കുറവാണല്ലോ. ഇത്രയും നല്ലൊരു പ്ലാന്റിനൊക്കെ സാൻസവേരിയ മാത്രം എടുക്കുന്നവരുണ്ട്, സാൻസവേരിയയുടെ ഒരു കളക്ഷൻ ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ സെലക്ട് ചെയ്യാം. മിക്കാഡോ വരുന്നുണ്ട് ഒരു പോട്ടിൽ 3 എണ്ണമാണ് കേട്ടോ, സിൽവർ മിക്കാഡോ. അപ്പം ഇത് കാണിച്ചത് ഗ്രീൻ മിക്കാഡോ എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. ഇത് സിൽവർ മിക്കാഡോ, ഒരു സിൽവർ ടച്ച്, രണ്ടും കൂടെ വ്യത്യാസം കണ്ട ഒരു സിൽവർ ടച്ച് വരുന്ന വെറൈറ്റിയാണ്. കുറച്ചും കൂടെ ഒരു ഉരുണ്ട ടൈപ്പാണ് അതിൻ്റെ ലീഫ് വരുന്നത്. പിന്നെ നമുക്ക് വന്നേക്കുന്നത് ബാമ്പുപ്പ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഒരു പോട്ടിൽ 10 എണ്ണമെങ്കിലും, മിനിമം 10 എണ്ണമെങ്കിലും ഉണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ. പിന്നെ വേഗം ഞാൻ കാണിച്ചു പോവുകയാണേ. ഞാനിങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്കിങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞു പോയില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ല. ഒരു പോട്ടിൽ 5 എണ്ണമായിരിക്കും വരുന്നത്. ഇത് നമ്മളുടെ പെഡിലാന്തസ് വെറൈറ്റി, പെഡിലാന്തസ് ബാക്ക് ബോൺ വേരിഗേറ്റഡ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു കൺഫ്യൂഷൻ വന്നേ, പെഡിലാന്തസ് വേരിഗേറ്റഡ് ഹാങ്ങിങ് പോട്ടിൽ വന്നിട്ടുണ്ടല്ലോ. ഇതും ഇതുമായിട്ടൊരു കൺഫ്യൂഷൻ വന്നിരുന്നു. അപ്പോൾ പേര് പറയുന്നവർ ഹാങ്ങിങ് ആണ്, അല്ലാത്തതാണ്. ഒരു പോട്ടിൽ 5 എണ്ണം അങ്ങനെ ഒന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാനിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പേര് പറയണവർ കേട്ടോ. അപ്പം ഇതങ്ങനെ ഇത് കഴിഞ്ഞു. പിന്നെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ, ചൈന ഡോള്. ഒരു പോട്ടിൽ 2 എണ്ണമാണേ. ഇങ്ങനെ ഇത് കണ്ടോ, ഒരു പോട്ടിൽ 2 എണ്ണമാണ്. ഒത്തിരി വലിപ്പമില്ല, എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള നന്നായിട്ട് വേരൊക്കെയുള്ള പ്ലാന്റുകളാണ്. അധികം സ്റ്റോക്കിലില്ല കേട്ടോ. ഇത് വരുമ്പോൾ തന്നെ പെട്ടെന്ന് തീർന്നു പോകും. ഒരു പോട്ടിൽ 2 എണ്ണമായിട്ട് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇൻഡോറിലേക്കൊക്കെ വയ്ക്കാൻ നല്ല പ്ലാന്റുകളാണല്ലോ. എപ്പോഴും കട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒറ്റ സ്റ്റെമ്മായിട്ട് പോകും. കട്ട് ചെയ്ത് മോൾഭാഗം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൊക്കോപ്പീറ്റ് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ വേര് പിടിച്ചോളും. അപ്പോൾ കട്ട് ചെയ്ത് അപ്പോഴാണ് ഷൂട്ടുകൾ വരുന്നത് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത്. പിന്നെ പെഡിലാന്തസിൻ്റെ തന്നെ ഗ്രീൻ വെറൈറ്റി വന്നിട്ടുണ്ട്, പെഡിലാന്തസ് ബാക്ക് ബോൺ ഗ്രീൻ. പിന്നെ സിങ്കോണിയം വെറൈറ്റി ഇതാണ് ഇപ്പോൾ നമുക്കുള്ളത് സ്റ്റോക്കിലുള്ളത്. കോപ്പർ കേട്ടോ, കോപ്പർ വെറൈറ്റി ഇത് സ്റ്റോക്കിലുണ്ട്. പിന്നെ ഹാങ്ങിങ് പോട്ടിൽ ഇത് കാണിക്കട്ടെ, ഹാങ്ങിങ് പെഡിലാന്തസ് വേരിഗേറ്റഡ് ഹാങ്ങിങ്. ഈ ഒരു പോട്ടിൽ ഇത് ഹാങ്ങിങ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെക്കുക കേട്ടോ. ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഇത് വന്നിട്ടുണ്ട്, ഇത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് നമ്മളുടെ അങ്കുലാത്ത, പെപ്പറോമിയ അങ്കുലാത്ത സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിഷീഡിയ വെറൈറ്റി, ഡിഷീഡിയ 1000 ഹാർട്ട്, നല്ല രസമുള്ള പ്ലാന്റുകൾ. ഇങ്ങനെ കുരുകുരുന്ന ഇലകളായിട്ട് മില്ലേനിയം ഹാർട്ട് എന്ന് പറയും, 1000 ഹാർട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസം ഉണ്ടെങ്കിലും എഴുതുമ്പോൾ അങ്ങനെ ഒരേ രീതിയിലാണ് വരുന്നത്. ഇതാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇവിടെ നിന്ന് കാണിക്കാം. നിയോൺ പോത്തോസ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച സ്റ്റോക്ക് തീർന്നായിരുന്നു. ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്, നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ സ്ലീപ്പിംഗ് പോത്തോസും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച കാണിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തീർന്നു പോയായിരുന്നു. ഇത് കണ്ടോ, റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലേക്ക് വെക്കാം. ഓക്കെ, കഴിഞ്ഞിട്ട് ഈ സൈഡിലേക്ക് വെക്കട്ടെ കേട്ടോ. പിന്നെ നമ്മളുടെ മൂൺഷൈൻ ഫിലാഡൻഡ്രോൺ വെറൈറ്റി കേട്ടോ. ഇൻഡോറിലേക്കൊക്കെ ഫിലാഡൻഡ്രോൺ വെറൈറ്റി ഏറ്റവും സൂപ്പറാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം, ഓരോ നോഡ് വെച്ച് കട്ട് ചെയ്യാം. അതുകൂടാതെ അദ്ദേഹം കെയറിങ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ വലിയൊരു പ്ലാന്റ്, എൻ്റെ കളക്ഷനിലുള്ള ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയേ, അടിപൊളിയല്ലേ, നല്ല പ്ലാന്റ് അല്ലേ. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെയൊക്കെ ആവും കേട്ടോ. അത് കണ്ടോ, ഇത് സെയിലിനുള്ളതല്ല കേട്ടോ, ഇത് മാറ്റി വെക്കട്ടോ. നല്ല രസമായതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചതാ. അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇത്. ഇതാണ് നമുക്ക് സെയിലുള്ള സൈസ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ട് അല്ലെങ്കിൽ അഡൻസോണി എന്ന് പറയും.
മോൺസ്റ്റേറ വെറൈറ്റി കേട്ടോ. നല്ല പ്ലാന്റുകളാണ്. ഇത് കണ്ടോ, തിക്കായിട്ടുള്ള പോട്ടുകളാണ്. കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചവർക്കൊക്കെ സന്തോഷമായിട്ട് മെസ്സേജ് തന്നായിരുന്നു. ഇത് നമുക്കിടെ ബ്ലാക്ക് പോത്തോസ്. ഒത്തിരി വലിയ ഇതൊന്നും അല്ല കേട്ടോ. അത് അങ്ങനെ തിക്കെന്ന് പറയാനില്ല, ഇങ്ങനെയൊക്കെ ഉള്ളൂ. എന്നാലും ഉണ്ട് ഒരു 5 സ്റ്റെമ്മെങ്കിലും 5 തണ്ടെങ്കിലും കൂട്ടിയ ഏകദേശമായിട്ട്. എനിക്ക് ഉറപ്പില്ല, ചില പോട്ടിലുകൾ എങ്ങനെയൊക്കെ വന്നേക്കണമെന്ന് അറിയില്ല. ഞാൻ സ്റ്റെമ്മിൻ്റെ കണക്ക് പറയുന്നില്ല കേട്ടോ. അതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത് കേട്ടോ. ബ്ലാക്ക് പോത്തോസ് അല്ലെങ്കിൽ സിങ്കോഡി വർക്കർ ഫുല്ലെന്ന് പറയും. പിന്നെ ഫിലാഡൻഡ്രോൺ വെറൈറ്റി 2 എണ്ണം കാണിക്കുന്നത്. ഇത് നമ്മളുടെ റിംഗ് ഓഫ് ഫയർ. ഇങ്ങനെ ഇത് കണ്ടോ, ഒരു പണ്ടൊക്കെ സ്വാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വെറൈറ്റി വരാറുണ്ട്. അപ്പോൾ അതിനോട് സാമ്യമുള്ളൊരു വെറൈറ്റി കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ഫ്ലോറിഡ ബ്യൂട്ടി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഫിലാഡൻഡ്രോൺ വെറൈറ്റിയാണ്. ഫ്ലോറിഡ ബ്യൂട്ടി ഇതിൻ്റെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആയതുകൊണ്ട് ഇതാണ് ഇപ്പോൾ മെച്ചുവേർഡായിട്ട് പ്ലാന്റുകളുടെ ഇല വന്നിരുത്തത്. ഈ ഒരു ഇതിലേക്കായിരിക്കും, ഒരു പാറ്റേണിലേക്കായിരിക്കും വരുന്നത്. ഇങ്ങനെയൊക്കെ കേട്ടോ. ഇഷ്ടമുള്ളവർക്കൊക്കെ അതൊക്കെ വേഗം സെലക്ട് ചെയ്യാം കേട്ടോ. ഏതാ? ധാരാസിംഗ്. ഇതിൻ്റെ ഒരു വലിയ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആണ്. നമ്മുടെ നാടൻ വെറൈറ്റി ഒന്നും അല്ല, ടിഷ്യൂ കൾച്ചറാണ്. അതനുസരിച്ചുള്ള ഇലകൾക്കൊക്കെ ഇങ്ങനെ വലിപ്പം വെച്ച് വരും. ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് ഇൻഡോറിലേക്കൊക്കെ നന്നായിട്ട് വെക്കാൻ പറ്റുന്ന നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ്. ഒത്തിരി വേരുകൾ അങ്ങനെ ആയിട്ടില്ല കേട്ടോ, എന്നാലും വേരുകളുണ്ട്. ഇത് കണ്ടോ, വേരുകളുണ്ട്. ഇത് പെട്ടെന്ന് തന്നെയൊക്കെ ആയിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് 3 CC പ്ലാന്റുകളും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. CC ബ്ലാക്ക്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. പിന്നെ CC ഗ്രീൻ സ്റ്റോക്കിലുണ്ട്. ഡ്വാർഫ് ഇത് സ്റ്റോക്കിലുണ്ട്. പിന്നെ CC ഗ്രീനും സ്റ്റോക്കിലുണ്ട് കേട്ടോ. നല്ല കരുത്തുള്ള നല്ല പ്ലാന്റുകളാണ്. ഞാനൊന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, വേര് കണ്ടോ, നന്നായിട്ട് വേരുണ്ട്. വേര് ഇത് കട്ട് ചെയ്തിട്ട് വെച്ചേക്കണ്ട, കാരണം എന്നാലാണ് ഒരേ രീതിയിൽ വളരുള്ളൂ. ചീഞ്ഞൊന്നും പോയില്ലാണ്ട് നല്ല രസം. നമ്മളല്ലാത്ത കട്ട് ചെയ്ത് അത് മരുന്നൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് നല്ല രസമാക്കി വെച്ചേക്കേണ്ടതാണ് കേട്ടോ. നന്നായിട്ട് വേരുള്ള പ്ലാന്റുകളാണ്. ഒത്തിരി റൈസോം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലാന്റുകളായിട്ട് വന്നോളൂ കേട്ടോ. ബാക്കി പ്ലാന്റുകളൊക്കെ ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. ആ ട്രയാങ്കുലറീസ് ഒക്കെ നല്ല പ്ലാന്റുകളാണ്, നല്ല രസമുള്ള പ്ലാന്റുകളാണ്. പിന്നെ നമുക്ക് മധുകാമിനി സ്റ്റോക്കിലുണ്ട് കേട്ടോ. സ്റ്റോക്കിലിരിക്കുന്നുണ്ട്. അത് എടുത്ത് വയ്ക്കാൻ വിട്ടുപോയി. അതൊക്കെ നമുക്ക് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്കിൽ നോക്കിയിട്ട് കാറ്റലോഗ് നോക്കിയിട്ട് കാർട്ട് ആഡ് ചെയ്തിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.